ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സുജേഷ് പുറക്കാട് സാർ ഒരു LDC ബ്ലൂ പ്രിന്റ് ഒരു പ്രമുഖമായിട്ടുള്ള ഒരു PSC ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന അല്ലെങ്കിൽ വിട്ട് കളയുന്ന ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള CA ആണ് എന്നുള്ളത്. ആൻഡ് ഇന്നത്തെ വീഡിയോ നമ്മളത് അതിനെക്കുറിച്ചിട്ടുള്ളതാണ്. 2023-24 വർഷങ്ങളിലായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CA നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് മാത്രം നിങ്ങൾ സംസ്ഥാനങ്ങളുടെയായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കിപ്പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങുന്നത് ജമ്മു കാശ്മീരിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒന്നും കുറേ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ചിലതിൽ ഒരു പോയിന്റ് 2 പോയിന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ജില്ലകളുടെ അതിൻ്റെ എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ജമ്മു കാശ്മീരിൻ്റെത് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം നിക്ഷേപം കണ്ടെത്തി. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാളം. ഓക്കെ, റെയിൽ പാലം എവിടെയാണ്? ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ളത് അത് റാസി ജില്ലയിലാണ്. ജമ്മു കാശ്മീരിലുള്ള റാസി ജില്ലയിൽ ചിനാബ് നദിക്ക് കുറുകെയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഏത് നദിക്ക് കുറുകെയാണ് റാസി ജില്ലയിലുള്ള ഈ ഒരു റെയിൽ പാലം ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിനാബ് നദിക്ക് കുറുകെയാണ്. ഓക്കെ, ഇനി വേറൊരു റെയിൽ പാലം കൂടി അവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം അത് വന്നിട്ടുള്ളത് അഞ്ചിഘാട്ടിലാണ്. ഓക്കെ, അഞ്ചിഘാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം വന്നിട്ടുള്ളത്. അപ്പം 2 വന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽ പാലവും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലവും വന്നിട്ടുണ്ട്. അത് വന്നിട്ടുള്ളത് അഞ്ചിഘട്ടിലാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പഴക്കമുള്ളതുമായിട്ടുള്ള ദേവദാരു വൃക്ഷം കണ്ടെത്തിയിട്ടുള്ളത് അത് ദോഡ ജില്ലയിലാണ്. ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പം ദേവദാരു വൃക്ഷം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? ദോഡ ജില്ലയിലാണ്. ഇനി ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അത് ഓപ്പറേഷൻ സർവശക്തിയായിരുന്നു. ഓക്കെ, സർവശക്തി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ സേന ഭീകരവിരുദ്ധർക്കെതിരെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. ഇനി ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അത് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഓക്കെ, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗങ്ങളൊക്കെയാണ്. ജമ്മു കാശ്മീരിലെ ഏതിന്റെയാണ് പേര്? ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ പേരും കൂടി ഒന്ന് നോക്കി വെക്കുക. അത് മനോജ് സിൻഹയാണ് കേട്ടോ. മനോജ് സിൻഹയാണ് ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ലഡാക്കിന്റെ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? അത് BD മിശ്രയാണ് കേട്ടോ. BD മിശ്ര. ജമ്മു കാശ്മീരിൻ്റെത് മനോജ് സിൻഹയും ലഡാക്കിൻ്റെത് അത് BD മിശ്രയുമാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അരുണാചൽ പ്രദേശിൻ്റെത് നോക്കാം. അരുണാചൽ പ്രദേശ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അതാണ് പേമ ഖണ്ഡു ആണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അത് അരുണാചൽ പ്രദേശിന്റെ CM ആണ്. ഇനി രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓക്കെ, എന്താണ്? രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള അണക്കെട്ട്. ഇനി 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫിയുടെ വേദിയായിട്ടുള്ളത് അരുണാചൽ പ്രദേശിലായിരുന്നു. ഓക്കെ, 2023-24 സന്തോഷ് ട്രോഫിയുടെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പം ജയിച്ചത് വിന്നേഴ്സ് ആരായിരുന്നു? അത് സർവീസസ് ആണ് കേട്ടോ. സർവീസസ് ആണ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ 27ാമതായിട്ടുള്ള ഒരു ജില്ല വന്നിട്ടുണ്ട്. അതാണ് പിച്ചോം എന്നുള്ള ജില്ല എവിടത്തെയാണ്? അരുണാചൽ പ്രദേശിൽ വന്നിട്ടുള്ള പുതിയതായിട്ടുള്ള 27ാമത്തെ ജില്ലയാണ്. ഇനി 2 തുരങ്കങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ. അതാണ് സെലയും അതുപോലെ തന്നെ നെച്ചിഫുവും. ഓക്കെ, സെല എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഇരട്ട തുരങ്ക പാതയാണ്. ഓക്കെ, ഇരട്ട തുരങ്ക പാത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? അത് സെലയാണ്. ഏതിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ആസാമിലെ തെസ്പൂരിനെയും അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയാണ് സെല എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? തെസ്പൂരിനെയും അതുപോലെ തന്നെ തവാങ്ങിനെയും തെസ്പൂരിനെയും തവാങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സെല. ഇനി അടുത്തതാണ് നെച്ചിഫു തുരങ്കം. ഇതും ഈ 2023-24 ടൈമിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെച്ചിഫു എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇനി ഇത് നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ വന്നിട്ടുള്ള ആദ്യത്തെ സിനിമ അത് ലവ് ഇൻ 90s ആണ് കേട്ടോ. 90s ലവ് ഇൻ 90s ആണ് അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ വന്നിട്ടുള്ള ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു അരുണാചൽ പ്രദേശിനെ കുറിച്ച് പറയേണ്ടത്. അതിൽ ഏറ്റവും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ 2023-24 സന്തോഷ് ട്രോഫിയുടെ വേദി, അതേപോലെ അതിന്റെ വിന്നേഴ്സ് സർവീസസ് ആണ് വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. 2 തുരങ്കങ്ങൾ പറഞ്ഞു. സെല എന്ന് പറഞ്ഞിട്ടുള്ള ഇരട്ട തുരങ്കപാതയും നെച്ചിഫു തുരങ്കവും. ഇത് രണ്ടും അരുണാചൽ പ്രദേശിലാണ് ഉള്ളത്. ഇനി ടാഗിൻ ഭാഷയിലെ ആദ്യ സിനിമ അത് ലവ് ഇൻ 90s ആണ്.
ഓക്കെ, ഇനി ഹിമാചൽ പ്രദേശിലാണെങ്കിൽ ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻഡ് ടണൽ വന്നിട്ടുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പം എന്താണ് വെർട്ടിക്കൽ വിൻഡ് ടണൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതുപോലെ തന്നെയാണ് സുന്നി അണക്കെട്ട് ജലവൈദ്യുത പദ്ധതി ഹിമാചൽ പ്രദേശിലുള്ളതാണ്. ഓക്കെ, സുന്നി അണക്കെട്ട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. അങ്ങനെയാണെങ്കിൽ ഹിമാചൽ പ്രദേശിന്റെ ഇപ്പോഴത്തെ CM ആരായിരുന്നു? അത് സുഖ്വിന്ദർ സിംഗ് സുക്കു ആണ് കേട്ടോ. SSS എന്ന് വെച്ചിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഹിമാചൽ പ്രദേശ് ആരാണ്? സുഖ്വിന്ദർ സിംഗ് സുക്കു. അപ്പം എന്താണ് ഹിമാചൽ പ്രദേശ് നല്ല എന്താ പറയുക കുറേ ഹിൽ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവിടെ ജീവിക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ടാണ് ആര് വന്നിട്ടുള്ളത്? സുഖ്വിന്ദർ സിംഗ് സുക്കു അവിടെ CM ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ബീഹാർ. ബീഹാറിന് പഠിക്കുമ്പോൾ നാളെ ആദ്യം പഠിക്കേണ്ടതും പല പ്രാവശ്യം ഇപ്പം തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുമാണ് ഇന്ത്യയിൽ ജാതി സർവേ ആദ്യമായിട്ട് നടത്തിയ സംസ്ഥാനം എന്നുള്ളത്. ഓക്കെ, അത് ബീഹാറാണ് കേട്ടോ. അപ്പം ഇന്ത്യയിൽ ജാതി സർവേ ആദ്യമായിട്ട് നടന്നിട്ടുള്ള സംസ്ഥാനം അത് ബീഹാറാണ്. ഇനി നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ബീഹാറും ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളവുമാണ്. ഓക്കെ, അപ്പം നീതി ആയോഗിന്റെ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ബീഹാർ, ദാരിദ്ര്യം ഏറ്റവും കുറവ് ഉള്ളത് നമ്മുടെ കേരളത്തിലുമാണ്. ഇനി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം അത് കത്തിഹാറാണ്. ബീഹാറിലെ കത്തിഹാറാണ് ഏറ്റവും മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നഗരം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം, അതുപോലെ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നഗരം. അത് രണ്ടും വരുന്നത് ബീഹാറിലാണ്. നഗരം കത്തിഹാറാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MP, ഓക്കെ, പ്രായം കുറഞ്ഞ MP ആരാണ്? അത് ശാംഭവി ചൗധരിയാണ്. ശാംഭവി ചൗധരി 2024 ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള MP ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണം 65% ഉയർത്താനുള്ള നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത് ബീഹാറാണ്. അപ്പൊ എന്താണ് പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സംവരണം ഏതൊക്കെ രംഗങ്ങളിൽ? സർക്കാർ ജോലികളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും 65% കൂട്ടിയ ഒരു ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുത്തത് ബീഹാറിലാണ്. ഇനി അടുത്തതാണ് അവരുടെ ഒരു പദ്ധതിയാണ് ഹർ ഘർ ഗംഗാജൽ എന്ന് പറയുന്നത്. അത് ഗംഗാ നദിയിൽ നിന്നും സംസ്ഥാനത്തെ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ബീഹാറിന്റെ ഒരു പദ്ധതിയാണ് ഹർ ഘർ ഗംഗാജൽ. അപ്പോൾ ഹർ ഘർ ഗംഗാജൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ബീഹാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഗംഗയിലെ വെള്ളം അവിടുത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബീഹാറിലെ CM ആരായിരുന്നു ബീഹാറിലെ CM ആയിട്ടുള്ളത്? അത് നിതീഷ് കുമാറാണ് കേട്ടോ. നിതീഷ് കുമാർ കുറച്ചധികം സമയമായിട്ട് അദ്ദേഹം തന്നെയാണ് അവിടുത്തെ CM ആയിട്ടുള്ളത്. നിതീഷ് കുമാറാണ്. അടുത്തതാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന്റെ CM-നെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ആരാണ് CM ആയിട്ടുള്ളത്? അത് യോഗി ആദിത്യനാഥ് ആണ് കേട്ടോ. യോഗി ആദിത്യനാഥാണ് ഇപ്പോൾ അവിടുത്തെ CM ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? ഇന്ത്യയിൽ AK-203 റൈഫിൾ പ്ലാന്റ് സ്ഥാപിതമാവുന്നത് ഉത്തർപ്രദേശിലെ കോർവയിലാണ്. ഓക്കെ, കോർവയിൽ എന്താണ് വരുന്നത്? ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ AK-203 റൈഫിളിന്റെ പ്ലാന്റ് വരുന്നതാണ് കോർവയിൽ. ഇനി മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ ധാം അല്ലെങ്കിൽ അയോധ്യ എയർപോർട്ട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അത് 2023 ഡിസംബർ 30 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. സോ അത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏതാണ്? മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ ധാം എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതിന് ഷോർട്ടായിട്ട് നമുക്ക് അയോധ്യ എയർപോർട്ട് എന്നും പറയാറുണ്ട്. വന്നിട്ടുള്ളത് ഡിസംബർ 30, 2023 ഇന്ത്യയിൽ ആദ്യമായിട്ട് MotoGP ബൈക്ക് റേസ്. ഓക്കെ, ഇത് ആദ്യമായിട്ട് നടന്നതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് MotoGP ബൈക്ക് റേസ് നടന്നിട്ടുള്ളത് നോയിഡയിലാണ് കേട്ടോ. നോയിഡയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇനി 2023 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചെറുകിട ജലസേചന പദ്ധതികൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചെറുകിട ജലസേചന പദ്ധതികൾ എവിടെയാണ്? ഉത്തർപ്രദേശിലും. അതിന്റെ രണ്ടാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയുമാണ്. ഇനി ഇന്ത്യൻ വനിതാ ഹോക്കി താരമായിട്ടുള്ള റാണി റാംപാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റേഡിയം ആണ് റാണി ഗേൾസ് ഹോക്കി ടർഫ്. അത് വരുന്നത് UP-യിലാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു വനിതാ കായിക താരത്തിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ഒക്കെ വരുന്നത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. അത് വന്നിട്ടുള്ളത് എവിടെയാണ്? UP-യിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഗുജറാത്ത്. നമ്മളുടെ PM-ന്റെ സ്ഥലമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് 2 വർഷങ്ങളിൽ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേഡ് പാലം വന്നിട്ടുള്ളത് ഗുജറാത്തിലാണ്. അതിന്റെ പേര് സുദർശൻ സേതു എന്നാണ്. അപ്പോൾ സുദർശൻ സേതു നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എന്താണ് കേബിൾ സ്റ്റേ പാലം അല്ലെങ്കിൽ തൂക്കുപാലം? അതാണ് സുദർശൻ സേതു എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഓക്ക ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗുജറാത്തിലെ ഈ ഒരു സുദർശൻ സേതു എന്ന് പറയുന്നത്. ഏതൊക്കെ തമ്മിലാണ്? ഓഖയെയും ബെയ്റ്റ് ദ്വാരക ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു അല്ലെങ്കിൽ പാലമാണ് സുദർശൻ സേതു എന്ന് പറയുന്നത്. അതിന്റെ നീളം 2.3 കിലോമീറ്റേഴ്സ്. അതിന്റെ പണ്ടത്തെ നാമം എന്ന് പറയുന്നത് അത് സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നായിരുന്നു. ഓക്കെ, ഇത് അത്യാവശ്യം കുറച്ചൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേ
പാലം സുദർശൻ സേതു ഓക്ക ബെയ്റ്റ് ദ്വാരകാ ദ്വീപിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആദ്യത്തെ നാമം സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നതാണ്. ഇനി ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് വന്നത് ജാംനഗറിലാണ്. ഓക്കെ, ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് ജാംനഗറിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പാണ് ഇതിന്റെ ഉൽപാദനം ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഹൈഡ്രജൻ ആരുമായിട്ട് ഇതായിട്ടാണ് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പുമായിട്ട് സംയോജിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. ആദ്യത്തെ പ്ലാന്റ് വന്നിട്ടുള്ളത് അത് ജാംനഗറിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് അത് ധൊലേരയിലാണ്. ഓക്കെ, ധൊലേരയിൽ എന്താണ് വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാലയാണ് ധൊലേരയിൽ. അവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിപ്പ് നിർമ്മാണ മേഖലയ്ക്കായിട്ട് പ്രത്യേക നയം രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം അത് ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല ധൊലേരയിലും അതുപോലെ തന്നെ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്കായിട്ട് പ്രത്യേക നയം രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം അത് ഗുജറാത്താണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്, അതായത് സോളാറും വിൻഡും സംയുക്തമായിട്ടുള്ള ഒരു വൈദ്യുത പദ്ധതി ആദ്യമായിട്ട് വരുന്നത് ഗുജറാത്തിലാണ്. ആൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഉള്ളത് ഗുജറാത്തിലെ മൊട്ടേരയിലാണ്. ഓക്കെ, നമുക്ക് മൊട്ടേര സ്റ്റേഡിയം ഒക്കെ അറിയാം. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏതാണ്? അത് മൊട്ടേരയാണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ട സാധനം ഇതാണ് കേട്ടോ, സോളാർ ഗ്രാമമാണ് മൊട്ടേര എന്ന് പറഞ്ഞാൽ. സോളാർ സിറ്റി നമുക്ക് പഠിക്കാനത് സാഞ്ചിയാണ്. ഓക്കെ, ആദ്യത്തെ സോളാർ സിറ്റി അത് സാഞ്ചി, ഇത് സോളാർ ഗ്രാമമാണ്, അത് മൊട്ടേരയാണ്. ഇനി ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം അത് ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്നത് ഗുജറാത്താണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചെറുകിട അണക്കെട്ടുകൾ ഉള്ളത് എവിടെയാണെന്നാണ് പറഞ്ഞത്, അത് നമ്മളുടെ UP-യിലാണ്. ചെറുകിട അണക്കെട്ടുകൾ ഏറ്റവും കൂടുതൽ UP-യിലാണെങ്കിൽ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്നത് അത് ഗുജറാത്താണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി യുനെസ്കോയുടെ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയം ഭുജില് നമ്മൾക്കറിയാം പണ്ട് ആ ഒരു ഭൂകമ്പം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയം ഇരിക്കുന്നുണ്ട്. അതിന് യുനെസ്കോയുടെ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ അത് ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി 2024 ഏപ്രിൽ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് കച്ചിലാണ്. ഓക്കെ, 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം എവിടെയാണ്? കച്ചിലാണ് ഉള്ളത്. ഇത് ഇടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്, ഹാരപ്പന്റെ ലാസ്റ്റത്തെ എവിടെയാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ. ഓക്കെ, അത് നോക്കുക. ഇനി ഇതും ഇമ്പോർട്ടന്റ് ആണ്. 2023 ഓസ്കാർ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് പോയിട്ടുള്ള ഗുജറാത്തി ഫിലിം അത് ചെല്ലോ ഷോ ആയിരുന്നു. ലാസ്റ്റ് ഫിലിം ഷോ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്, ചെല്ലോ ഷോ എന്നതിൻ്റെത്. അതിന്റെ സംവിധാനം പാൻ നളിനായിരുന്നു. പാൻ നളിനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം ഓസ്കാർ ഇന്ത്യയുടെ 2023 ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു ചെല്ലോ ഷോ. അതൊരു ഗുജറാത്തി ഫിലിം ആയിരുന്നു. സംവിധാനം ചെയ്തിട്ടുള്ളത് പാൻ നളിൻ ആണ്. ഓക്കെ, അപ്പം ഗുജറാത്തിലെ CM ആരാണ്? അത് നമ്മൾ പറയാൻ വിട്ടുപോയി. അത് ഭൂപേന്ദ്രഭായ് പട്ടേലാണ്. ഓക്കെ, ഭൂപേന്ദ്രഭായ് പട്ടേൽ അതാണ് നമ്മളുടെ ഗുജറാത്തിലെ ഇപ്പോഴത്തെ CM എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനത്തെ പേരുകളൊക്കെ വരുമ്പം ഈ ലാസ്റ്റ് നെയിംസ് ഉണ്ടാവുമല്ലോ, പട്ടേൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ പട്ടേൽസ് ഒക്കെ നമ്മളെപ്പോഴും ഗുജറാത്തിലെ ഒരു ഒരു എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ആൾ. ഇപ്പം നമ്മളുടെ നാടുകളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പറയില്ല നായർ, മേനോൻ, അതൊക്കെ നമ്മുടെ പേരിന്റെ കൂടെ കൂട്ടിയിടുന്ന പേരുകളാണല്ലോ. അതുപോലെ ഇടുന്ന ഒരു കാര്യമാണ് പട്ടേൽ എന്ന് പറയുന്നത്. അത് ഗുജറാത്തീസിനാണ് കൂടുതലായിട്ടും ഈ ഒരു സർനെയിം നമ്മൾ കാണാറുള്ളത്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റും ഭൂപേന്ദ്രഭായ് പട്ടേൽ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ബാനർജി എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെ പേരുകളൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ അധികവും ബംഗാളീസ് ആയിരിക്കും. ബാനർജി എന്നുള്ള ഒരു സർനെയിം വരുന്നത് ബംഗാളീസിനാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഗുജറാത്തിൽ ഓർത്തിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തൂക്കുപാലം കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു ആണ്. ആദ്യത്തെ പേര് ഓർത്തു വെക്കുക, സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നത്. ഹൈഡ്രജന്റെ ആദ്യത്തെ പ്ലാന്റ് ജാംനഗറിൽ വന്നു. ചിപ്പ് നിർമ്മാണ മേഖലയിൽ പ്രത്യേക നയം രൂപീകരിച്ച ആദ്യ സംസ്ഥാനം. സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി, ആദ്യത്തെ സോളാർ ഗ്രാമം ഉള്ളത് ഗുജറാത്തിലെ മൊട്ടേരയിലാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഹാരപ്പൻ വാസസ്ഥലം റീസെന്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കച്ചിലാണ്. 2023 വർഷം ഓർത്തിരിക്കുക, 2023 ഓസ്കാറിന്റെ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോയിട്ടുള്ളത് ചെല്ലോ ഷോ ആണ്. ഏത് ഭാഷയിലെ സിനിമയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തി ഭാഷയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് പാൻ നളിനാണ്. അടുത്തതാണ് നമ്മളുടെ മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശിൽ ഫസ്റ്റത്തെ പോയിന്റ്, പ്രധാനമന്ത്രി ശ്രീ ടൂറിസം എയർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം. ഓക്കെ, ഓർത്തിരിക്കുക, പ്രധാനമന്ത്രി ശ്രീ ടൂറിസം എയർ സർവീസ് ആരംഭിച്ചത് മധ്യപ്രദേശിലാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ വേദിക് ക്ലോക്ക്, വിക്രമാദിത്യ വേദിക് ക്ലോക്ക് എന്നാണ് അതിന്റെ പേര്. അത് സ്ഥാപിതമായിട്ടുള്ളത് ഉജ്ജയിനിലാണ്. ഓക്കെ, ഇത് ചോദിച്ചു തുടങ്ങി
ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ വേദിക് ക്ലോക്ക് ഏതാണ്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ളത് എന്നത്? അത് വിക്രമാദിത്യ വേദിക് ക്ലോക്ക് ആണ് സ്ഥാപിതമായിട്ടുള്ളത് ഉജ്ജയിനിലാണ്. ഇനി മധ്യപ്രദേശിലെ ഏഴാമതായിട്ട് വന്നിട്ടുള്ള ടൈഗർ റിസർവ് ആണ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതും കൂടി ഓർത്തിരിക്കുക. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് എവിടെയാണ്? അത് മധ്യപ്രദേശിലെ ഏഴാമത്തെ ടൈഗർ റിസർവ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം മൊട്ടേരയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി എന്ന് പറയുന്നത് അത് സാഞ്ചിയാണ്. ഓക്കെ, തെറ്റിപ്പോകരുത്. സിറ്റി സാഞ്ചി, സിറ്റി സാഞ്ചിയും മറ്റേത് ഗ്രാമമാണ്, അത് മൊട്ടേരയുമാണ്. ഇനി റാലാമണ്ഡൽ ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇത് ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ് റാലാമണ്ഡൽ ഫോസിൽ മ്യൂസിയം എന്ന് പറയുന്നത്. അത് ഈ ഒരു റാലാമണ്ഡൽ നാഷണൽ പാർക്ക് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു റാലാമണ്ഡൽ ഫോസിൽ മ്യൂസിയം ഇരിക്കുന്നത്. ഇനി മധ്യപ്രദേശ് സർക്കാരിന്റെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ഷഹീദ് ചന്ദ്രശേഖർ ആസാദ് രാഷ്ട്രീയ സമ്മാൻ ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ ബാലഗോകുലത്തിനാണ്. ഓക്കെ, നമുക്കറിയാം ഗോകുലം ഗോപാലന്റെ ഒക്കെ ആണ് ബാലഗോകുലം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിനാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ഷഹീദ് ചന്ദ്രശേഖർ ആസാദ് രാഷ്ട്രീയ സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. സോ അത് ഓർത്തിരിക്കുക, കാരണം മധ്യപ്രദേശിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കിട്ടിയിരിക്കുന്നതാണെങ്കിലും കേരളത്തിനും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രീതിയിലും നമ്മൾക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ CM ആരാണ്? അത് മോഹൻ യാദവ് ആണ്. മധ്യപ്രദേശ് എം പിൻ്റെത് ആരാണ്? മോഹൻ യാദവ് ആണ്. MP-ൻ്റെത് MY ആണ്. ഓക്കെ, അടുത്തതാണ് നമ്മളുടെ രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാൻ്റെത് ഇപ്പോഴത്തെ ആരാണ്? അത് ഭജൻ റാം ആണ് കേട്ടോ. ഭജൻ റാം ആണ് ഇപ്പോഴത്തെ രാജസ്ഥാനിന്റെ CM എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, അപ്പം രാജസ്ഥാനിൽ നിന്നാണ് ആരോഗ്യത്തിനുള്ള അവകാശ നിയമം ആദ്യമായിട്ട് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി എക്സസൈസസും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത്. അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് മെയിനായിട്ടും 2 കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. സദാ തൻസീഖും അതുപോലെ തന്നെ ഡെസേർട്ട് സൈക്ലോണും. സദാ തൻസീഖ് എന്ന് പറയുന്നത് ഇന്ത്യ സൗദി അറേബ്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസമാണ്. അപ്പം ആദ്യത്തേതാണ് ഇന്ത്യന്റെയും സൗദി അറേബ്യന്റെയും ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസത്തിന് വേദിയായിട്ടുള്ളത് സദാ തൻസീഖ് ആണ്. ഇനി UAE ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം 2024 വേദിയായിട്ടുള്ളത് അത് ഡെസേർട്ട് സൈക്ലോൺ ആണ്. കുറെ ഡെസേർട്ട്സ് ഒക്കെ കാണുന്നത് UAE-യിലല്ലേ? അപ്പം UAE-യിലാണ് UAE ഇന്ത്യയുടെ സംയുക്ത അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് നാഗൌറിലാണ്. രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് അത് ജമ്മു കാശ്മീരിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് രാജ്യത്തെ ഏറ്റവും വലുതാണ്. ഓക്കെ, വലുത് കണ്ടെത്തിയിട്ടുള്ളത് നമ്മളുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനിലാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം നാഗൌർ ജില്ല, രാജസ്ഥാൻ. ആദ്യത്തത് ജമ്മു കാശ്മീർ. ആദ്യം നമ്മളുടെ മാപ്പ് വരയ്ക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആദ്യം നിൽക്കുന്ന ആളാണല്ലോ ജമ്മു കാശ്മീർ. അപ്പം ആദ്യത്തത് കണ്ടെത്തിയിട്ടുള്ളത് ജമ്മു കാശ്മീരിലാണ്. ഇനി സ്വാതന്ത്ര്യത്തിന്റെ 76ാമത് വാർഷികത്തിൽ ആസാദി കാ അന്നപൂർണ മഹോത്സവ് എന്ന ഒരു കാര്യം ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടേം ആലോചിച്ച് വയ്ക്കുക. ആസാദി കാ അന്നപൂർണ മഹോത്സവ് എവിടെയാണ്? രാജസ്ഥാനിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതിലേക്ക് പോവാണെങ്കിൽ മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്രൻ്റെത് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്ര മഹാനായിട്ടുള്ള ചിന്തകളൊക്കെയുള്ള രാഷ്ട്രമാണ് എന്ത്? നമ്മുടെ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? അമ്മയുടെ പേര് നിർബന്ധമാക്കി എല്ലാ സർക്കാർ രേഖകളിലും. ഇനി 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം നേടിയിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, കിരീടം നേടിയത് മഹാരാഷ്ട്ര. സെക്കൻഡ് പ്ലേസിലുണ്ടായത് തമിഴ്നാടാണ്. ആൻഡ് ആ ഒരു തമിഴ്നാട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഇവരുടെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത്. ഓക്കെ, അപ്പം 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. തമിഴ്നാടിന് സെക്കൻഡ് പ്ലേസ് ആണ് കിട്ടിയത്. ഫസ്റ്റ് പ്ലേസ് കിട്ടിയത് മഹാരാഷ്ട്രയ്ക്കാണ്. ഇനി ഇതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് വീരമംഗയാണ് കേട്ടോ. വീരമംഗൈ എന്നുള്ള ഒരു ലേഡിയുടെ ഒരു ഇതാണ് ഭാഗ്യചിഹ്നമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വന്നിട്ടുള്ളത് അത് പെഞ്ച് കടുവ റിസർവിലാണ്. ഓക്കെ, പെഞ്ച് കടുവ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വന്നിട്ടുള്ളത്. പാർക്ക് പെഞ്ചിലാണ്. ഓക്കെ, പാർക്ക് വന്നിട്ടുള്ള എവിടെയാണ്? പെഞ്ചിലാണ് വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ പറഞ്ഞ എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം വന്നിട്ടുള്ളത് ഹാൻഡ്ലെ ലഡാക്കിലാണ്. ഓക്കെ, ഹാൻഡ്ലെ ലഡാക്കിൽ എന്താ വന്നിട്ടുള്ള? കേന്ദ്രമാണ്. കേന്ദ്രം വന്നിട്ടുള്ളത് ഹാൻഡ്ലെ ലഡാക്കിലും പാർക്ക് വന്നിട്ടുള്ളത് പെഞ്ചിലുമാണ്.
അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഇനി മഹാരാഷ്ട്ര സർക്കാരിന്റെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരം ലഭിച്ചത് രത്തൻ ടാറ്റയ്ക്കായിരുന്നു. ഓക്കെ, രത്തൻ ടാറ്റയ്ക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ ആയിട്ട് വന്നിട്ടുള്ളത് അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സ്വച്ഛ് മുഖ് അഭിയാന്റെ ഭാഗമായിട്ടാണ് സ്മൈൽ അംബാസിഡർ ഒക്കെ വരുന്നത്. അപ്പൊ മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ ആയിട്ട് വന്നത് നമുക്കറിയാം, സച്ചിൻ എപ്പോഴും ചിരിച്ച മുഖമാണുള്ളത്. അപ്പോൾ സ്മൈൽ അംബാസിഡർ ആക്കാൻ പറ്റിയ ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. ജസ്റ്റ് സംസ്ഥാനം ഒന്നുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മഹാനായിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്മൈലും അടിപൊളിയാണ്. അപ്പൊ മഹാരാഷ്ട്രയിലെ സ്മൈൽ അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി ലോകത്ത് ദേശീയപാതയിൽ ആദ്യമായിട്ട് മുള കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചത് വിദർഭയിലാണ്. ഓക്കെ, വിദർഭയിലാണ് എന്ത് വന്നിട്ടുള്ളത്? ലോകത്ത് തന്നെ ദേശീയപാതയിൽ ആദ്യമായിട്ട് മുള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സംരക്ഷണ ഭിത്തി വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ഇതൊക്കെ കണ്ടില്ലേ, ഇത് മുളേനെ കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആദ്യമായിട്ട് വന്ന എവിടെയാണ്? വിദർഭയിലാണ് കേട്ടോ, വിദർഭയിലാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് എന്ത് പറയാം? നമ്മൾ ദമയന്തിയുടെ കല്ലല്ലേ മറ്റേ ദർഭമുനയൊക്കെ കൊള്ളുന്നത്. അപ്പം ദർഭമുനയല്ല കൊണ്ടത്, മുളയാണ് കൊണ്ടത് എന്ന് പഠിക്കാം. ഓക്കെ, വിദർഭയിൽ മുളയാണ് കൊണ്ടത്. ഓക്കെ, വിദർഭ മുള കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി വന്നിട്ടുള്ളത് വിദർഭയിലാണ്. ഇതിന് പേരും അടിപൊളിയാണ് കേട്ടോ, ബാഹുബലി. അപ്പൊ മഹാരാഷ്ട്രയുടെ കാര്യങ്ങളും അത്രയൊക്കെയാണ്. അപ്പൊ മഹാരാഷ്ട്രയിൽ മെയിൻ ആയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യം, ഒന്ന് സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയത്. 2023 ഖേലോ ഇന്ത്യയുടെ കിരീടം നേടിയിട്ടുള്ളത് നമ്മളുടെ മഹാരാഷ്ട്രയാണ്. ഇനി ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഇത് വരുന്ന ഉറപ്പാണ്. അപ്പൊ പാർക്ക് പെഞ്ചിലും കേന്ദ്രം ഉള്ളത് ഹാൻഡ്ലി ലഡാക്കിലുമാണ്. പ്രഥമ ഉദ്യോഗരത്ന രത്തൻ ടാറ്റയ്ക്ക് കിട്ടി. മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ ആയിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ, അപ്പം അടുത്തത് ഏതാണ്? മഹാരാഷ്ട്രയുടെ സി എമ്മിന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഏക്നാഥ് ഷിൻഡെ ആണ് മഹാരാഷ്ട്രയുടെ സി എം ആയിട്ടുള്ളത്. ഓക്കെ, ഇനി തെലങ്കാന വന്നിട്ടുള്ള വർഷം ഏതായിരുന്നു? 2014 2014 ജൂണിലാണ്. ജൂൺ 2-നാണ് എന്ത് വരുന്നത്? തെലങ്കാന വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വന്നതും സമ്മക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, ഇത് രണ്ടും ഉള്ളത് തെലങ്കാനയിലാണ്. ഓക്കെ, ഇത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ഒത്തിരി പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സമ്മക്ക സാരക്ക എന്നൊക്കെ പറയുന്ന അവിടുത്തെ ഓരോ ട്രൈബ്സ് ഒക്കെയാണ്. അതിന്റെ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി വരുന്നത് തെലങ്കാനയിലാണ്. ഇനി തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷി വഹിച്ചവർക്കായിട്ട് പണി കഴിച്ച സ്മാരകമാണ് അമരജ്യോതി എന്നുള്ളത് എവിടെയാണ്? തെലങ്കാനയിലാണ്. ഇനി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ 125ാമത് ബർത്ത്ഡേയോടനുബന്ധിച്ചിട്ട് 125 അടി ഉയരമുള്ള പ്രതിമ വന്നിട്ടുള്ളത് തെലങ്കാനയിലാണ്. ഈ പ്രതിമയാണ് കേട്ടോ, ഈ ഒരു പ്രതിമയാണ് വന്നിട്ടുള്ളത്. അപ്പം അതെവിടെയാണ് വന്നിട്ടുള്ളത്? തെലങ്കാനയിലാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 125ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള സാഹസ് എന്ന പദ്ധതി ആരംഭിക്കുന്നത് തെലങ്കാനയിലാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 യൂണിവേഴ്സിറ്റീസ്, ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ സമ്മക്ക സാരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും വന്നു. അമരജ്യോതി തെലങ്കാനയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകമാണ്. അംബേദ്കറിന്റെ 125 അടി ഉയരമുള്ള പ്രതിമ വന്നിട്ടുള്ളതും തെലങ്കാനയിലാണ്. ഓക്കെ, തെലങ്കാനയുടെ സി എം ഇപ്പോൾ ആരാണ്? അത് റേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ ഇപ്പോഴത്തെ സി എം ആയിട്ടുള്ളത്. ഇനി ഓക്കെ, കർണാടകയിലുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയതുമായിട്ടുള്ള പുള്ളിപ്പുലി സഫാരി പാർക്ക് വന്നിട്ടുള്ളത് അത് ബെന്നർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ്. അപ്പം ദക്ഷിണേന്ത്യയിലാണ്, ഫുൾ ഇന്ത്യയിലല്ല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും രാജ്യത്തെ ഏറ്റവും വലിയതുമായിട്ടുള്ള പുള്ളിപ്പുലി സഫാരി പാർക്ക് അത് ബെന്നർഘട്ട ബയോളജിക്കൽ പാർക്കാണ്. ഇനി അടുത്താണ് ശക്തി പദ്ധതി എന്തിനാണ്? കർണാടകയിലെ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണ് ശക്തി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ശക്തി പദ്ധതി ഓർത്തിരിക്കുക, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്രയ്ക്കുള്ളതാണ്. ഇനി പകർച്ചവ്യാധിയായിട്ടുള്ള H3N2 അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഹോങ്കോങ് ഫ്ലൂ എന്ന് പറയും. അതിൽ ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലായിരുന്നു. അപ്പം ഹോങ്കോങ് ഫ്ലൂ ഇന്ത്യയിലെ ആദ്യത്തെ മരണം കർണാടകയിലാണ്. ഇത് നമ്മളുടെ രോഗകാരികൾ എന്ന ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവശാസ്ത്രമൊക്കെ ആയിട്ട് ആ ഭാഗത്ത് നിന്നൊക്കെ CA-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നോക്കിയിരിക്കുക കേട്ടോ. H3N2 ആണ് നമ്പറും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ നോക്കുക. H3N2 ഹോങ്കോങ് ഫ്ലൂ. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വരുന്നത് അത് തുമക്കുറുവിലാണ്. ഓക്കെ, തുമക്കുറുവിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം കർണാടകയിലെ ഇപ്പോഴത്തെ അതായിട്ടുള്ളത് ആരാണ്? CM ആയിട്ടുള്ളത് അത് സിദ്ധരാമയ്യ ആണ് കേട്ടോ. സിദ്ധരാമയ്യ ആണ് ഇപ്പോഴത്തെ CM ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് തമിഴ്നാടിന്റെ ആളാരായിരുന്നു? നമ്മളുടെ MK സ്റ്റാലിൻ ആണ്. ഓക്കെ, MK സ്റ്റാലിൻ ആണ് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ CM ആയിട്ടുള്ളത്.
അടുത്തിടെ 4 ജില്ലകളെ സ്പേസ് ബേ ആയിട്ട് പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് തമിഴ്നാട്? അടുത്തിടെ 4 ജില്ലകളെ സ്പേസ് ബേ ആയിട്ട് പരിഗണിച്ച ബഹിരാകാശ നയം കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനമാണ് നമ്മളുടെ ഈ ഒരു തമിഴ്നാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പേസ് ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സോണിനെയാണ് നമ്മൾ ഈ ഒരു സ്പേസ് ബേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 ജില്ലകളെയാണ് അങ്ങനെ ഒരു സ്പേസ് ബേ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ആ ജില്ലകളുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് മധുരൈയാണ്. ഓക്കെ, മധുരൈ ഉണ്ട്, അതേപോലെ തന്നെ തൂത്തുക്കുടി ഉണ്ട്. മധുരൈ, തൂത്തുക്കുടി, തിരുനെൽവേലി. ഓക്കെ, മധുരൈ, തൂത്തുക്കുടി, തിരുനെൽവേലി, വിരുദ്ധുനഗർ കേട്ടോ, വിരുദ്ധുനഗർ. ഓക്കെ, അപ്പം 4 സ്ഥലങ്ങളാണുള്ളത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട, കംപ്ലീറ്റ് അബദ്ധമായിരിക്കും. അപ്പം 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മധുരൈ, തൂത്തുക്കുടി, തിരുനെൽവേലി, വിരുദ്ധുനഗർ. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളെയാണ് സ്പേസ് ബേ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് വരുന്നത്. ഓക്കെ, പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തൂത്തുക്കുടിയാണ്. ഇനി ജനസമ്പർക്ക പരിപാടി, തമിഴ്നാട്ടിലെ ജനസമ്പർക്ക പരിപാടിയുടെ പേര് അത് മക്കളുടൻ മുതൽവർ എന്നതാണ്. ഓക്കെ, മക്കളുടൻ മുതൽവർ, ഇതൊക്കെ നമുക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. മക്കളുടൻ മുതൽവർ ഏതാണ്? തമിഴ്നാട്ടിലെ ജനസമ്പർക്ക പരിപാടിയാണ്. ഇനി ഈ ഒരു പോയിന്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇലക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നോക്കുക. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണ്? എതിരായിട്ടാണ്. ഓക്കെ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയ നടപടിക്കൊക്കെ എതിരായിട്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇതും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രഭാത ഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. സ്കൂളുകളിൽ, അതായത് സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഇനി സംഘകാലഘട്ടത്തിലെ പുരാതന തമിഴരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീലാടി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. ഇനി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് പുന്നകൈ. ഓക്കെ, പുന്നകൈ എന്നുള്ളത് എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് പുന്നകൈ എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ഓൾറെഡി കേരളത്തിൽ ഇതിനായിട്ട് വേറൊരു പദ്ധതി ഉണ്ടല്ലോ, അതെന്തായിരുന്നു? മന്ദഹാസം അല്ലെ, മന്ദഹാസം പദ്ധതിയാണ്. അപ്പം അതിന്റെ റെപ്ലിക്കയായിട്ട് തമിഴ്നാട്ടിൽ അവർ സ്റ്റാർട്ട് ചെയ്തതാണ് പുന്നകൈ എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു ഞാ നിങ്ങൾ നോക്കിയാ, ഈ ഞാ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ പല്ല് പോലെ ഇരിക്കുന്നില്ലേ കാണാന്? ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പുന്നകൈ എന്താണ്? കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് പുന്നകൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തമിഴ്നാട്ടിൽ എന്തൊക്കെ പഠിക്കണം? 4 ജില്ലകളെ സ്പേസ് ബേ ആക്കിയിട്ട് പ്രഖ്യാപിച്ചിട്ട് അടുത്ത ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വരുന്നത് തൂത്തുക്കുടിയിലാണ്. ഇനി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണയ നടപടിക്കെതിരെ പ്രമേയം പാസാക്കിയത് നമ്മളുടെ ഈ ഒരു ഇതാണ്, തമിഴ്നാടാണ്. കീലാടി മ്യൂസിയം ഉള്ളതും പുന്നകൈനെ കുറിച്ചിട്ടൊക്കെ നോക്കുക. ഓക്കെ, അടുത്തത് ഒഡീഷയുടെ ഇപ്പോഴത്തെ CM ആരാണ്? അത് മോഹൻ ചരൺ മാഞ്ചിയാണ് കേട്ടോ. മോഹൻ ചരൺ മാഞ്ചി. ഓക്കെ, മോഹൻ ചരൺ മാഞ്ചിയാണ് ഒഡീഷയുടെ CM എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് അത് സാമ്പൽപൂരിലാണ്. ഓക്കെ, സ്കിൽ ഇന്ത്യ സെന്റർ സാമ്പൽപൂരിൽ. 2023 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വിമാനത്താവളമാണ് ഉത്കേല ആഭ്യന്തര വിമാനത്താവളം. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു വിമാനത്താവളം പറഞ്ഞു, December 30, 2023 വന്നിട്ടുള്ളതാണ് അയോധ്യ എയർപോർട്ട് ഉത്തർപ്രദേശിൽ. അതുപോലെ തന്നെ 2023 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വേറൊരു എയർപോർട്ടാണ് ഉത്കേല ആഭ്യന്തര വിമാനത്താവളം. അപ്പോൾ ഉത്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒഡീഷയുടെ പഴയ പേരാണ് ഉത്കൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പേര് തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഒഡീഷയുടെ ആണ് എന്നുള്ളത്. അപ്പോൾ 2023 വന്നിട്ടുള്ളത്. ഇനി ഒഡീഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2023 ജൂണിൽ ഒരു ട്രെയിൻ കൂട്ടിയിടിയുടെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത് നോക്കുന്നത്. 2023 ജൂണിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ട്രെയിൻ അപകടം നടന്നത് ബാലസോറിലായിരുന്നു കേട്ടോ. ബാലസോറിൽ ഷാലിമാർ ചെന്നൈ കോറമാണ്ടൽ എക്സ്പ്രസും ബംഗളൂരു ഹൗറ എക്സ്പ്രസും തമ്മിലാണ് അന്ന് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിന്റെ പേരുകൾ നോക്കുക. ഷാലിമാർ ചെന്നൈ കോറമാണ്ടൽ എക്സ്പ്രസും അതുപോലെ തന്നെ ബംഗളൂരു ഹൗറ എക്സ്പ്രസും തമ്മിലാണ് കൂട്ടിയിടി നടന്നിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ആ ഒരു കൂട്ടിയിടിയിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ പുതിയൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് കവച് എന്ന് പറയുന്നത്. ഓക്കെ, കവച് പദ്ധതി. അപ്പം എന്താണ്? ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി, സിഗ്നൽ ചാട്ടം, പിന്നിൽ നിന്നുള്ള കൂട്ടിയിടി തുടങ്ങിയ അപകടങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ തദ്ദേശീയമായിട്ട് നടപ്പാക്കിയിട്ടുള്ള ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ഓക്കെ, എന്താണ്? ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടിയും സിഗ്നൽ ചാട്ടവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തദ്ദേശീയമായിട്ട് റെയിൽവേ നടപ്പാക്കിയിട്ടുള്ള ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവചമായിട്ട് നിൽക്കുക. ഇനി
2023 രണ്ടാമതായിട്ട് ജാതി സെൻസസ് ആരംഭിച്ചത് ഒഡീഷയിലായിരുന്നു. അപ്പം ആദ്യത്തേത് എവിടെയായിരുന്നു? അത് ബീഹാറിലായിരുന്നു. നമ്മൾ നേരത്തെ ബീഹാറിന് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ജാതി സെൻസസ് ബീഹാറിലും രണ്ടാമത്തേതായിട്ട് നടന്നിട്ടുള്ളത് അത് ഈ ഒഡീഷയിലുമാണ്. ഇനി ഇപ്പം എ ഐയുടെ കാലമാണ്, അതുകൊണ്ട് ഒഡീഷക്കാർ ഒരു എ ഐ ഇറക്കിയിട്ടുണ്ട്, അമ്മ കൃഷി എ ഐ. ഓക്കെ, അമ്മ കൃഷി എ ഐ ആരംഭിച്ചിട്ടുള്ളത് ഒഡീഷയിലാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചാറ്റ് ബോട്ടാണ് അമ്മ കൃഷി എ ഐ എന്ന് പറയുന്നത്. ഓക്കെ, അമ്മ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി എന്ന് പഠിക്കാം. ഓക്കെ, അമ്മ കൃഷി എ ഐ കൊണ്ടുവന്നിട്ടുള്ള എവിടെയാണ്? ഒഡീഷയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് ഗോവ. ഗോവയുടെ ഇപ്പോഴത്തെ സി എം അത് പ്രമോദ് സാവന്താണ് ഗോവയുടെ സി എം ആയിട്ടുള്ളത്. പ്രഥമ ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ ആരംഭിച്ചത് അത് ഫോർട്ട് അഗോഡയിലായിരുന്നു. ഓക്കെ, ഫോർട്ട് അഗോഡയിലാണ് പ്രഥമ ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, ഗോവയിൽ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ്, ഭയങ്കര എനർജറ്റിക്, ഫുൾ ലൈറ്റിന്റെ കളികളല്ലേ അവിടെ. അപ്പം ഗോവയിലാണ്. അപ്പം എന്ത് കൊണ്ടുവന്നത്? പ്രഥമമായിട്ടുള്ള ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനവും ഗോവയാണ്. 3-ാം സ്ഥാനത്താണ് കേരളം ഉള്ളത്. ഗോവ ആസ്ഥാനമായിട്ട് ഒരു വിമാന കമ്പനി വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിൽ ഒരു മലയാളി കൂടിയുണ്ട്. ഗോവ ആസ്ഥാനമായിട്ട് വരുന്ന വിമാന കമ്പനിയുടെ പേരാണ് Fly 91 എയർലൈൻസ്. മലയാളിയായിട്ടുള്ള മനോജ് ചാക്കോയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കമ്പനി ആരംഭിക്കുന്നത്. അപ്പൊ മനോജ് ചാക്കോ, Fly 91 ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് കൊണ്ടുവരുന്നത്? ഗോവയിലാണ് ഇവർ ആസ്ഥാനമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ ഞാൻ കൊടുത്തത് ജസ്റ്റ് 1-2 പോയിന്റുകൾ മാത്രമേ ഈ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു 2 ഇയേഴ്സിലായിട്ട് വന്നിട്ടുള്ളൂ കാര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായിട്ട് കേന്ദ്ര വിദേശ സഞ്ചാര വകുപ്പ് തിരഞ്ഞെടുത്തത് അത് കിരീടേശ്വരിയാണ്. ഓക്കെ, വിനോദസഞ്ചാര ഗ്രാമമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമം കിരീടേശ്വരിയാണ്. വെസ്റ്റ് ബംഗാളിലാണ് കിരീടേശ്വരി. ഇനി സ്വന്തമായിട്ട് ഒരു വാർത്താ ചാനൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് എന്താക്കി സ്വന്തമായിട്ട് ഒരു വാർത്താ ചാനൽ ആരംഭിച്ചു. അതിന്റെ പേരാണ് ഫൈബർ ന്യൂസ്. ഓക്കെ, ഫൈബർ ന്യൂസ് ആന്ധ്രാപ്രദേശിന്റെ വാർത്താ ചാനലാണ്. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ജാർഖണ്ഡാണ്. ഓക്കെ, വിധവ പുനർവിവാഹ പദ്ധതി ആരംഭിച്ചത് ജാർഖണ്ഡിലാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം അത് ഉത്തരാഖണ്ഡാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ സിവിൽ കോഡ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് സ്വതന്ത്ര ഇന്ത്യയിലല്ലാതെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് എവിടെയായിരുന്നു? അത് ഗോവയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം വന്നത് ഉത്തരാഖണ്ഡിലാണ്. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നത് അത് അട്ടാരി വാഗ ബോർഡറിലാണ്. പഞ്ചാബിലെ അട്ടാരി വാഗ ബോർഡറിലാണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ദേശീയ പതാക വന്നിട്ടുള്ളത്. 418 അടിയാണ് അതിന്റെ ഉയരം വരുന്നത്. ഇനി മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ നിയോഗിച്ച 3-അംഗ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ളത് അത് ജസ്റ്റിസ് അജയ് ലാംബയാണ്. നമുക്കറിയാം, മണിപ്പൂരിൽ പല സമുദായങ്ങൾ തമ്മിൽ ആ ഒരു ആഭ്യന്തര കലാപങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു കലാപത്തിന്റെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമിതിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് അജയ് ലാംബ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത് അത് ഷിലോങ്ങിലാണ്. മേഘാലയയിലെ ഷിലോങ്ങിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. ഇനി നാഗാലാൻഡിൽ രണ്ടാമതായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അത് 119 വർഷത്തിന് ശേഷമാണ് രണ്ടാമതായിട്ട് നാഗാലാൻഡിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഷൊക്കോവി റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. ഷൊക്കോവി എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഷൊക്കോവി നാഗാലാൻഡിലാണ് ഉള്ളത്. ഇനി ഈ ഒരു ഇത്തിരി ഫെസ്റ്റിവൽസ് ഇതൊന്ന് നോക്കി വെക്കുക, കാരണം ഇതിൽ നിന്ന് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും കുറച്ചുണ്ട്, അതേപോലെ ആദ്യമായിട്ട് കാണുന്നതും കുറച്ചുണ്ടാവും. പാൽക്കി ഫെസ്റ്റിവൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് നടക്കുന്നത്. ഇനി മേരാ ഹൗ ചോങ്ബ ഫെസ്റ്റിവൽ മണിപ്പൂരിലാണ്. ഇത് പേരൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നോർത്ത് ഈസ്റ്റിലുള്ള എവിടെയോ ഉള്ളതായിരിക്കും എന്നുള്ളത്. മേരാ ഹൗ ചോങ്ബ ഫെസ്റ്റിവൽ വരുന്നത് മണിപ്പൂരിലാണ്. ഇനി ഷുമാങ് ലീല ആണെങ്കിലോ? ഷുമാങ് ലീല അതും മണിപ്പൂരിലാണ്. അപ്പൊ മണിപ്പൂരിൽ രണ്ടെണ്ണം പറഞ്ഞു, മേരാ ഹൗ ചോങ്ബയും അതുപോലെ തന്നെ ഷുമാങ് ലീല ഫെസ്റ്റിവൽ നടക്കുന്നത് മണിപ്പൂരിലാണ്. ഇനി നുക്കായ് ഫെസ്റ്റിവൽ ആണെങ്കിലോ? നുക്കായ് ഒഡീഷ. ഹോൺബിൽ ഫെസ്റ്റിവൽ നമുക്കറിയാം പണ്ട് മുതൽ വരുന്നതാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിലാണ് നടക്കുന്നത്. ഇനി രാജാ പർബ ഫെസ്റ്റിവൽ നടക്കുന്നതോ അതും ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷയിലെ രണ്ടാളെ നമ്മൾ പറഞ്ഞു, നുക്കായി ഫെസ്റ്റിവലും അതുപോലെ തന്നെ രാജാ പർബ ഫെസ്റ്റിവലും രണ്ടും നടക്കുന്നത് ഒഡീഷയിലാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ആണെങ്കിൽ നാഗാലാൻഡാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കേരളത്തിന് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കാരണം ഒത്തിരി പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.